പുതിയ യൂട്യൂബ് ചാനലാണ്. നേരത്തെ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നത് വളരെ വലിയൊരു പരാജയവും ആയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം തുടങ്ങാൻ 1-2 ദിവസമായിട്ട് മൈൻഡിലൊരു ആലോചന ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കൂടുതലും വലിയ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പരിപാടിയൊന്നും അല്ല ചെയ്യാൻ നിൽക്കുന്നത്. ഒന്നുമില്ല, എൻ്റെ ഒരു തീരെ അത്യാവശ്യം എന്താ പറയുക, ജസ്റ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക, സിനിമ ആണ്, അതിന് മാത്രം പറ്റിയൊരു PC. അപ്പോൾ അതിൽ എന്തായാലും നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിലെന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ 1-2 ഗെയിം ട്രൈ ചെയ്തിട്ടുണ്ട്. ലെഗോ മാർവൽ സൂപ്പർ ഹീറോസ്, GTA വൈസ് സിറ്റി, സാൻ ആൻഡ്രിയാസ്, GTA 4 ചുമ്മാ നോക്കി ഒക്കെ ഒരു സമയം. അതിൻ്റെ ഇടയിൽ അതുപോലെ ഞാൻ ഇപ്പോൾ അസാസിൻസ് ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ്, അസാസിൻസ് ക്രീഡ് 4, അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, അപ്പോഴാണ് മനസ്സിലൊരു കൺസെപ്റ്റ് വരുന്നത്, ഇങ്ങനൊരു സംഭവം ചെയ്താലോ, പൊട്ടറ്റോ PC ഗെയിമിങ്. അപ്പോഴങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്യാൻ എന്താ പറയുക, അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു മനസ്സിലൊരു ഇൻട്രസ്റ്റ് ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് വിചാരിച്ചു കൂടുതൽ ആലോചിക്കണം, എന്തിനാ ചെയ്തു, എന്തോ നഷ്ടം വരാൻ, കൂടിപ്പോയ 4-5 പേര് കളിയാക്കും, ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ PC ഇരിക്കുന്ന സ്ഥലം ഒരു 1.5 മെസ്സാണ്. അവിടെ അതൊന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി. നാളെ തൊട്ട് ഞാൻ ഒന്നേന് കളിക്കണോ, അതോ ഞാൻ കളിച്ചിടത്ത് നിന്ന് ബാക്കിയായാൽ മതിയോ? ഞാൻ കുറച്ച് സ്റ്റോറി കുറച്ച് ഫ്രണ്ടിലോട്ടായി, അത്യാവശ്യം ഒരു ഗെയിം പ്ലേ നോക്കിയപ്പോൾ, അല്ലാതെ ഗെയിം പ്ലേ വാക്ക് ത്രൂ നോക്കിയപ്പോൾ അതിലൊരു ഏകദേശം 2-2.5 മണിക്കൂർ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരിത്, കമൻറ്റ് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എത്ര പേര് കമൻ്റ് ഇടുന്നൊന്നും അറിഞ്ഞുകൂടാ. പറ്റുന്നവരൊക്കെ കമൻറ്റ് പറ്റുമെങ്കിൽ ആദ്യം മുതൽ ചെയ്യാം. ആദ്യം മുതൽ ചെയ്താൽ കഷ്ടപ്പെട്ട് ജയിച്ച കുറേ മിഷൻസ് ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ ഈ വീഡിയോസിൻ്റെ സീരീസ് എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അഡ്മിഷൻ കിട്ടി, ബട്ട് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നല്ലൊരു കോഴ്സ് ഇപ്പം മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ നീറ്റ് എഴുതി എല്ലാവർക്കും അറിയായിരിക്കും ഇപ്രാവശ്യത്തെ കഷ്ടപ്പാടുകൾ. കഷ്ടപ്പെട്ട്, പക്ഷേ എന്നിട്ടും വലിയ കൂടുതലൊന്നും പറയണ്ടല്ലോ, മിക്കവർക്കും പറയണ്ടായിരിക്കും. പിന്നെ എന്നെ അറിയാമെന്നുള്ള ആർക്കും പറയേണ്ട ആവശ്യം പോലും ഇല്ല. കഷ്ടപ്പാടുകളാണ് ബ്രോസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനുള്ളൊരു സെറ്റപ്പിലാണ് നോക്കുന്നത്. നമ്മൾ എന്താണോ ഫ്രണ്ടിൽ വരേണ്ടത് കാണാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഉള്ള കാര്യം പറയാം. സ്ക്രീൻ റെക്കോർഡിങ്ങിനുള്ള ആപ്പൊക്കെ ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോണതേ ഉള്ളൂ. അതുമല്ല, ഗെയിമിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഓഡിയോ വന്ന് കുറേ കഴിഞ്ഞാണ് അവരുടെ ചുണ്ടനങ്ങുന്നത്, കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷേ എപ്പോഴേക്കോ സിങ്കായി വരും, എല്ലാം റെഡിയാവും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇൻകൺവീനിയൻസ് കൂടെ ഉണ്ട് ഗൈസ്. എന്തോ ഇത് ജസ്റ്റ് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം. പിന്നെ 1-2 പേര് കണ്ടിട്ട് വെറുതെ സമയം പോകാൻ ആരെങ്കിലും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഗൈസ്. അപ്പം നമ്മൾ ഒതുക്കുന്നതിൽ ഞാൻ ഇപ്പം മൊത്തം എടുത്തതിൽ ഇത് ഈ പറച്ചിൽ മാത്രം എത്ര 4:25, 26, 4.5 മിനിറ്റ്. അപ്പോൾ അതിന് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ വരുമ്പം എത്രയാവും എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നോക്കണം. ശരി, അപ്പം ഇതാണ് ഒതുക്കാനുള്ള സെറ്റപ്പ് ഗൈസ്. സ്പൂണൊക്കെ ഇരിക്കുന്നു ഗൈസ്. അത് ഞാൻ തന്നെയാണ് വെച്ചത്, വേറെ ആരുമല്ല. അടിക്കാതെ പോയ ലോട്ടറി. ഇതാണ് എൻ്റെ ഗെയിമിംഗ് കൺട്രോളർ. ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഹെഡ്സെറ്റ്, ക്രയോൺസ്. ഇത് അനിയത്തിയുടെ പരിപാടിയാണ്. ഇത് കിട്ടും.
ദാന്തതാൻ കണ്ട കുറേ പേർക്ക് അറിയായിരിക്കും ഇവരായിരിക്കാം. അല്ല, അടുത്ത് പോവാം, ക്ലാരിറ്റി ഇല്ല. ദാന്തതാൻ ആനിമെ കണ്ടവർക്ക് അറിയായിരിക്കും. ഇവർ 3 പേരായിരുന്നു. കണ്ടവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഓക്കേ, സെറ്റ് ചെയ്തപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ PC സെറ്റപ്പ്. ഇവിടെ വെച്ചാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇനി മൗസ് പാഡ് ഇല്ല, അതുകൊണ്ടൊരു പഴയ പേപ്പർ തുറന്നു വെച്ചാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കാണുമ്പോൾ പഴയ കുറേ ഓർമ്മകളൊക്കെ വരുന്ന കാരണം നീറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെച്ചിരുന്ന ബുക്കാണ് ഗൈസ്. ഇതിപ്പം നമ്മൾ ക്രിയേറ്റീവ് ആവണമല്ലോ. മൗസ് പാഡിൽ ഡിസൈനിന് പകരം നമ്മളിത് സെറ്റ് ചെയ്യുന്നു ഗൈസ്, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റ്. അപ്പം അത് ഓക്കെ. കളിക്കുന്നത് മെയിനായിട്ടും ഇതിൽ കൺട്രോളർ പ്ലസ് കീബോർഡ് മൗസിലാണ്. കാരണം ചിലയിടത്ത് എനിക്ക് ലൈക്ക് ക്യാമറ വ്യൂ മാറുമ്പോൾ അത് ലൈക്ക് കൺട്രോളറിനെക്കാളും മൗസാണ് നല്ല. അപ്പം ചില സ്ഥലങ്ങളിൽ മൗസ്, ചില സ്ഥലങ്ങളിൽ കൺട്രോളർ, അങ്ങനെ ലൈക്ക് എന്തോ രണ്ടും മാറിയാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ശരിയാകും, എന്തൊക്കെ ആകും എന്ന് അറിയില്ല, നോക്കണം. അപ്പം ഇന്നത്തെ അത്രേ ഉള്ളൂ. നാളെ തൊട്ടല്ല, ഇനി അടുത്ത് എന്നാണോ പറ്റണമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്, ചിലപ്പോൾ പെട്ടെന്ന് വന്നാൽ അത്രയേ ഉള്ളൂ. ഇപ്പം ശരി ഗൈസ്, ബൈ. ഇനി ഇത്രയും എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം വീഡിയോ ആകണം. ബൈ. ബൈ. ഇനി കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് അടുത്ത വീഡിയോയിലായിരിക്കും. ജസ്റ്റ് ഒന്നാവട്ടെ. അപ്പം കുറച്ച് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കുറച്ച് കളിക്കണം. എങ്ങനെയാണ് ലൈക്ക് ഫസ്റ്റ് കളിക്കണോ